Hello guys, welcome back to my YouTube channel. Soft voice, strong show, the infinite spark. Welcome to Midnight Star. ഇന്ന് രാവിലെ ന്യൂസ് നോക്കിയപ്പം റാപ്പർ വേടനെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തൃക്കാക്കര തൃശ്ശൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന്. അതായത് വേടൻ രാജ്യം വിട്ട് പുറത്തു പോകാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ഈ ഒരു ലുക്കൗട്ട് നോട്ടീസ്. ഈ ഒരു യുവ ഡോക്ടറുടെ പീഡന പരാതിക്കെതിരെയാണ് ഇങ്ങനെയൊരു നീക്കം പോലീസ് നീങ്ങുന്നത്. കാരണം ഈ ഒരു വേടനെ എത്രയും പെട്ടെന്ന് തന്നെ പോലീസ് പിടികൂടണം എന്നുള്ള ഒരു നിശ്ചയത്തോടു കൂടിയാണ് ഇങ്ങനെ ഇപ്പോൾ ഒരു നിയമ നടപടി എടുത്തിട്ടുള്ളത്. അതായത് ഈ മാസം 18-ാം തീയതിയാണ് വേടൻ്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് വേടനെ പിടികൂടണം എന്ന് തന്നെയാണ് കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പം ഇങ്ങനെ നടക്കുന്നത്. നമുക്ക് എന്തായാലും ആ ഒരു ന്യൂസ്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ റാപ്പർ വേടനെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചു. വേടൻ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് നടപടി. ബിനിൽ ചേരുന്ന വിവരങ്ങളുമായി. ബിനിൽ, ഗുഡ് മോർണിംഗ്. റാപ്പർ വേടനെ ഇതുവരെയും അന്വേഷിച്ച് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പോലീസിന് ഇപ്പോഴത്തെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുന്നു. വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് മോത്തി. വേടൻ എവിടെയെന്ന് ചോദിച്ചാൽ പോലീസിനും ഇപ്പോൾ കൃത്യമായ വിവരമില്ല. അതുകൊണ്ടാണ് വേടൻ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. ഈ ലുക്കൌട്ട് സർക്കുലർ എന്ന് പറയുന്നത് ഇവിടെ പിന്നെയും സംശയങ്ങൾ ഒരുപാട് നിഴലിക്കുന്നുണ്ട്. കാരണം റാപ്പർ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഒളിവിൽ പോയിരിക്കുന്നത്? ആ ഒരു വ്യക്തി കുറ്റമൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലീസിൽ വന്ന് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാമല്ലോ. ഈ ഒരു യുവ ഡോക്ടർ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും, എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേടൻ്റെ കയ്യിൽ ആ ഒരു സമയത്ത് ഞാൻ ഇവിടെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ സാധനങ്ങൾ ഈ ഒരു കാര്യങ്ങളാണ് ഞാൻ ചെയ്തിരുന്നത് എന്നുള്ള തെളിവുകൾ വേടൻ്റെ കയ്യിലുണ്ടാവില്ലേ? അപ്പം അതൊക്കെ നിർത്തി താൻ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വേടൻ ഒളിവിൽ പോയിരിക്കുന്നത്? ഈ ഒരു യുവ ഡോക്ടർ എന്തുകൊണ്ടാണ് തൻ്റെ ഐഡൻറ്റിറ്റി പുറത്ത് പറയാത്തത്? ഐഡൻറ്റിറ്റി പുറത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു തെളിവുകളും കൂടി പുറത്ത് വിടുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടേനായിരുന്നു. ഇവർ മുഖം കാണിക്കാതെ വന്ന് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മുഖം കാണിച്ച് തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി തന്നെ വേടൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായ രേഖാമൂലമായിട്ടുള്ള പ്രൂഫുകളും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊതുജനങ്ങൾക്ക് അത് ഒന്നും കൂടി വിശ്വസിക്കാനാവുന്നതേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിൽ വേടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ പല പോളിങ്ങുകളും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ജനങ്ങളൊക്കെ ഒറ്റ സ്വരത്തിൽ പറയുന്നത് വേടൻ അങ്ങനെയൊന്നും ചെയ്യില്ല, വേടൻ അത്യാവശ്യം നല്ല രീതിയിലൊരു വ്യക്തിത്വമുള്ള ഉടമയാണ് എന്നാണ് അവരൊക്കെ ഒറ്റ സ്വരത്തിൽ പറയണത്. അപ്പം ഇങ്ങനെയുള്ള ഒരാളെ അവിശ്വസിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ഒരു ഡോക്ടർ അതിൻ്റെ രേഖാമൂലമായിട്ടുള്ള എല്ലാ തെളിവുകളും പുറത്തു വിടുകയാണെങ്കിൽ ഈ ഒരു എല്ലാ കാര്യങ്ങൾക്കും ക്ലാരിറ്റി കിട്ടിയാനായിരുന്നു. അപ്പം അതാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ വേടൻ്റെ പാട്ടുകളും വേടൻ്റെ കഴിവുകളും അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സ്വരം ഉയർത്തുന്ന ഈ ഒരു പ്രവണതയും എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അപ്പം വേടൻ ഇങ്ങനെയൊരു കാര്യം ഒരു സ്ത്രീയോട് ചെയ്തിട്ടില്ല എന്ന് കേൾക്കാൻ തന്നെയാണ് എനിക്കും താല്പര്യം. സോ എല്ലാ തെളിവുകളും പുറത്തുവിട്ട് വേടൻ നല്ല രീതിയിൽ ഒളിവിൽ പോയതിൽ അപ്പത്തെ ഒരു രക്ഷയ്ക്കാണ് എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടും പുറത്തു വരാത്തത് എന്താണ്? അങ്ങനെ താൻ നിരപരാധിയാണെങ്കിൽ ആ ഒരു തെളിവുകളൊക്കെ വേടന് കൊടുത്തൂടെ? അതായത് ഈ ഒരു യുവ ഡോക്ടർ എല്ലാ തീയതികളും പറയാനുണ്ട്. അപ്പം ഈ ഒരു വേടൻ നിരപരാധിയാണെങ്കിൽ അന്നേ ദിവസം ഞാൻ ഈ ഒരു ഷോയിലായിരുന്നു അല്ലെങ്കിൽ ഇവിടെയായിരുന്നു എന്നുള്ള പ്രൂഫ് വേടനും കാണിക്കാവുന്നതല്ലേ ഉള്ളൂ. കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കേസിൽ നിന്ന് ഊരിപ്പോകാവുന്നതല്ലേ ഉള്ളൂ. ഒന്നും തന്നെ ഇവിടുന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പം വേടൻ ഈ ഒരു യുവ ഡോക്ടർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമുക്കൊന്നും ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇപ്പം ഗോവിന്ദസ്വാമി ഒരു ജയിൽ ചാടിയപ്പം അയാളുടെ ലൈംഗിക വൈകൃതത്തെ ഭയങ്കരമായിട്ട് പോലീസുകാരൊക്കെ പറയുകയുണ്ടായി, അയാളോട് ഇടപഴകിയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുകയുണ്ടായി അത്രയും ക്രൂര മനസ്സുള്ള ഒരാളാണ്, ആണായാലും പെണ്ണായാലും തനിക്ക് ഉപയോഗിക്കാൻ കിട്ടിയാൽ മാത്രം മതി എന്നുള്ളൊരു മനോഭാവമാണ് ഗോവിന്ദസ്വാമിക്ക് ഉണ്ടായെന്നാണ് അവരൊക്കെ, അതായത് മൊഴിയെടുത്തവരും കൂടെ അത്യാവശ്യം ഇടപഴകിയവരും ഒക്കെ പറയുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ
അതേപോലത്തുള്ളൊരു വൈകൃതമാണ് വേടനിലും കാണുന്നത്. അതായത് ബന്ധപ്പെടുന്ന സ്ത്രീകളെ ബ്ലീഡിങ് ഉണ്ടാക്കി അതിഭയാനകമായിട്ടുള്ള രീതിയിൽ സെക്സ് ചെയ്യുന്നു എന്നാണ് വേടനെതിരെയുള്ള പരാതിയായിട്ട് ഈ ഒരു യുവ ഡോക്ടർ വന്നിട്ടുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ ഈ ഒരു ഗോവിന്ദസ്വാമിക്ക് തുല്യമായിട്ടുള്ള ഒരു മനോവൈകൃതമുള്ള ഒരാളാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും വേടന് നിയമപരമായിട്ട് ശിക്ഷ കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. അപ്പം എന്തായാലും സത്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. ഈ ഒരു മാസം 18-ാം തീയതി വേടന് ജാമ്യം കിട്ടുമോ, ജാമ്യാപേക്ഷ ഇനി എന്തെങ്കിലും രീതിയിൽ മാറ്റിവെക്കുമോ, കിട്ടാതെ പോകുമോ, ഇനിയിപ്പം വേടനെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇപ്പം വ്യക്തമായിട്ടുള്ള എല്ലാം ഒരു ദുരൂഹതയിൽ നിൽക്കുകയാണ്. അപ്പം ഞാനും കാത്തിരിക്കുകയാണ് എന്താണ് മുന്നോട്ട് ഉള്ള നടപടികൾ, മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ ഞാനും കാത്തിരിക്കുകയാണ്. അപ്പം എൻ്റെ വീഡിയോസ് ഇതുവരെ കാണാത്ത ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ.